എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ടിക്കറ്റിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2018 മുതൽ 2024 വരെ PSC ചോദിച്ചിട്ടുള്ള ബുക്കുകളും അവരുടെ എഴുത്തുകാരും എന്നുള്ള ഭാഗമാണ്. 2 മാർക്ക് സാധാരണയായി അല്ലെങ്കിൽ 1 മാർക്ക് ഉറപ്പായും കിട്ടുന്ന ഭാഗമാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. നമുക്ക് ഈ പറഞ്ഞ 2018 മുതൽ 2024 വരെയുള്ള എല്ലാ ബുക്കുകളും അവരുടെ ഓതേഴ്സും പഠിക്കാം. ഒരുപാട് പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ഭാഗമായിട്ടാണ്, പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 1 നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നു. തുടങ്ങാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം. കണ്ണീരും കിനാവും ആത്മകഥ. VG ഭട്ടതിരിപ്പാട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച പുസ്തകമാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 പുസ്തകം. ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VG ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ്. കണ്ണീരും കിനാവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. കറുത്ത പട്ടേരി എന്ന് വിളിക്കപ്പെട്ടിരുന്ന VG ഭട്ടതിരിപ്പാടിൻ്റെ ഈ 2 പുസ്തകങ്ങളാണ് PSC ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം ഈ 2 പുസ്തകങ്ങൾ കേരളത്തിലെ നമ്പൂതിരിയെ മനുഷ്യനാക്കുന്ന മഹത്തായ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിച്ച 2 പുസ്തകങ്ങളാണ്. ഇനി നമുക്ക് കോഡ് നോക്കാം. VTയുടെ അടുക്കളയിൽ കണ്ണീർ സ്റ്റാൽ. ഇതാണ് നമ്മുടെ കോഡ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, പുസ്തകം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. VTയുടെ അടുക്കളയിൽ കണ്ണീർ സ്റ്റാൽ. VT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം VG ഭട്ടതിരിപ്പാട്. അടുക്കള മീൻസ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. കണ്ണീർ മീൻസ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി. 1.25 കോടി മലയാളികൾ. കേരളം മലയാളികളുടെ മാതൃഭൂമി. 1.25 കോടി മലയാളികൾ. ഈ 2 പുസ്തകമാണ് VT കഴിഞ്ഞാൽ പിന്നെ PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യം. ഈ 2 പുസ്തകമാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എഴുതിയ 2 പുസ്തകങ്ങളാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ. ഈ 2 പുസ്തകം ആവർത്തിക്കാനുള്ള കാരണം മലയാള ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രത്യേക സംസ്ഥാനമെന്ന ഐക്യ കേരള ആശയം ഏറ്റവും കൂടുതൽ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച 2 പുസ്തകങ്ങളാണ് ഈ 2 പുസ്തകങ്ങൾ. അതുകൊണ്ടാണ് അവ ആവർത്തിച്ച് ചോദിക്കുന്നത്. കോഡ് പിടിക്കാം. വെറും 1.25 കോടിക്ക് EM കേരളം. ഈ കോഡ് പഠിച്ചാൽ മതി, സംഗതി ഓക്കെയാണ്. വെറും 1.25 കോടിക്ക് EM കേരളം. 1.25 കോടി എന്ന് പറഞ്ഞാൽ 1.25 കോടി മലയാളികൾ. EM കേരളം. EM എന്ന് പറഞ്ഞാൽ നമ്മുടെ EMS, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ. പാട്ടബാക്കി എന്ന നാടകം രചിച്ചതാര്? K. ദാമോദരൻ. പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം കേരളത്തിലെ കർഷക സമരങ്ങളുടെ ആവേശമായി മാറിയിരുന്ന നാടകമാണ് പാട്ടബാക്കി. കേരളമാകെയുള്ള കർഷകരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ വിജയങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നാടകമാണ്. അതിൻ്റെ പ്രത്യേകത. എഴുതിയത് K. ദാമോദരൻ. കോഡ് പഠിക്കാം. K. ദാമോദരനാണ് പുസ്തകം എഴുതിയത്. പാട്ടബാക്കി KD. ഇതാണ് നമ്മുടെ കോഡ്. പാട്ടബാക്കി KD. KD എന്ന് പറഞ്ഞാൽ K. ദാമോദരൻ. പാട്ടബാക്കി KD. KD എന്ന് പറഞ്ഞാൽ ഒരു IPC വാക്കാണ്. IPCയിലുള്ള ഒരു വാക്കാണ് KD. നോൺ ഡിപ്രഡേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പോലീസ് സ്റ്റേഷനുകളിൽ അറിയപ്പെടുന്ന വ്യക്തികളെയാണ് KD എന്ന് വിളിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് KD. കേരളത്തിലെ അറിയപ്പെടുന്ന നാടകമാണ് പാട്ടബാക്കി. പാട്ടബാക്കി KD. അടുത്തത് 1114 കഥ എഴുതിയതാര്? അക്കാമ ചെറിയാൻ. 1114 കഥ എഴുതിയതാര്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ധ്യാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാൻ 1938 ശ്രീ ചിത്ര തിരുനാളിൻ്റെ കൊട്ടാരത്തിലേക്ക് ജാഥ നയിക്കുകയും അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അക്കാമ ചെറിയാൻ. 1938 1938 അതിനെ തുടർന്ന് അവരെ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തു. ജയിലിലായിരുന്ന അക്കാമ ചെറിയാൻ 1939 എഴുതിയ പുസ്തകമാണ് 1114 കഥ. ഈ 1114 എന്ന് പറഞ്ഞാൽ 1939 കൊല്ലവർഷം അഥവാ മലയാള വർഷമാണ് 1114.
നമ്മൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രിക്ക് പറയുന്നു. അതിതാണ്, ജയിലിൽ കിടക്കുന്ന അക്കാമ ചെറിയാന് ജയിലിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന നമ്പറാണ് 1114. ഇതാണ് കോഡ്. അക്കാമ ചെറിയാൻ സമം 1114. ജയിലിൽ നമുക്കൊരു നമ്പർ തരുമല്ലോ, ആ നമ്പർ 1114. ഇനി മറക്കട്ടെ. ജാതി കുമ്മി, തിരുനാൾ കുമ്മി, ആചാരഭൂഷണം, പുലയൻ എന്നീ പുസ്തകങ്ങൾ എഴുതിയത് കേരളത്തിൻ്റെ ലിങ്കൺ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയ പുസ്തകങ്ങളാണ് ജാതി കുമ്മി, തിരുനാൾ കുമ്മി, പുലയൻ, ആചാരഭൂഷണം. ഇതാണ് PSC അദ്ദേഹത്തിൻ്റെ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ. നമുക്കൊരു സിമ്പിൾ കോഡ് പഠിക്കാം. കറുപ്പിൻ കരുത്തിൽ പുലയൻ ജാതി തിരുനാൾ കുമ്മി അടിച്ചു. ഈ കോഡ് നിങ്ങൾ പഠിച്ചു വെക്കുക, ആ പുസ്തകങ്ങൾ നിങ്ങളെ വിട്ടുപോകില്ല. കറുപ്പിൻ കരുത്തിൽ പുലയൻ ജാതി തിരുനാൾ കുമ്മിയടിച്ചു. കറുപ്പിൻ കരുത്തിൽ പുലയൻ ജാതി തിരുനാൾ കുമ്മിയടിച്ചു. കറുപ്പ് എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് KP കറുപ്പൻ. കറുപ്പിൻ കരുത്തിൽ പുലയൻ, പുലയൻ എന്ന് പറഞ്ഞത് പുലയൻ എന്ന കവിത എഴുതിയതാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ജാതി തിരുനാൾ കുമ്മി, ജാതി കുമ്മി എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. തിരുനാൾ കുമ്മി എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ആ കോഡിൽ നിന്ന് നമുക്ക് ഇത്ര പുസ്തകങ്ങൾ കിട്ടും. എന്നാൽ ആചാരഭൂഷണം എന്ന് പറയുന്ന പുസ്തകം കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ. ദേശത്തിൻ്റെ കഥ, നാടൻ പ്രേമം, ഇവ രണ്ടും എഴുതിയത് ആരാണ്? ഒരു ദേശത്തിൻ്റെ കഥ, നാടൻ പ്രേമം എന്നീ നോവലുകൾ എഴുതിയത് ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട SK ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള SK പൊറ്റക്കാട് എഴുതിയ പുസ്തകങ്ങളാണ് ഒരു ദേശത്തിൻ്റെ കഥ, നാടൻ പ്രേമം. നമുക്കൊരു കോഡ് പഠിക്കാം. ഇതാണ് SK ദേക്ക നാ പ്രേം. SK എന്ന് പറഞ്ഞാൽ നമുക്കറിയാം SK പൊറ്റക്കാടാണ്. ദേക്ക ദേശത്തിൻ്റെ കഥ, നാ പ്രേം നാടൻ പ്രേമം. SK പൊറ്റക്കാട്, ദേക്ക ദേശത്തിൻ്റെ കഥ, നാ പ്രേം നാടൻ പ്രേമം. SK ദേക്ക നാ പ്രേം. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന വിശ്വകവി രചിച്ച നാടകമാണ് എന്ത്? പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് ഒരു നാടകമാണ്. ആ നാടകം രോഗബാധിതനായി ഒരു മുറിയിൽ അടച്ചിരുന്ന് പുറത്തിറങ്ങാനാവാത്ത, വെയിലും മഴയും ഒന്നും കൊള്ളാനാവാത്ത ഒരു കുട്ടിയുടെ കഥയാണ്. ആ കുട്ടി എന്താകാൻ ആഗ്രഹിക്കുന്നു? പോസ്റ്റ്മാനാകാൻ ആഗ്രഹിക്കുന്നു. ആ കുട്ടിയുടെ മുന്നിൽ വരുന്ന വിവിധങ്ങളായ കഥാപാത്രങ്ങൾ അവരുടെ തൊഴിലിനെ നെഗറ്റീവായി കാണുകയും എന്നാൽ എല്ലാ തൊഴിലിനെയും പോസിറ്റീവ് സൈഡുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന കുട്ടിയുടെ കഥയാണ്. വിശ്വപ്രസിദ്ധമായ നാടകമാണ് പോസ്റ്റ് ഓഫീസ്. മറക്കണ്ട. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയതാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അഥവാ ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ ശില്പി ആയിരുന്ന ദൈവത്തിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു, ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. നമ്മളൊരു കോഡ് കൊടുക്കുന്നു, അതിതാണ് ഡിസ്കവറി ഓഫ് നെഹ്റു. ഡിസ്കവറി ഓഫ് നെഹ്റു ഒരു ഇന്ത്യൻ പൗരൻ ഉറപ്പായും ഡിസ്കവറി ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഡിസ്കവറി ഓഫ് നെഹ്റു. നീൽ ദർപ്പൺ എഴുതിയതാർ? ദിനബന്ധു മിത്ര. ദിനബന്ധു മിത്ര എഴുതിയ നാടകത്തിൻ്റെ പേരാണ് നീൽ ദർപ്പൺ. ബ്രിട്ടീഷുകാരുടെ നിർബന്ധിതമായ നീലം കൃഷിക്കെതിരെ കർഷകരുടെ പോരാട്ടത്തിൻ്റെ നാവായി മാറിയ നാടകത്തിൻ്റെ പേരാണ് നീൽ ദർപ്പൺ. ഇതാണ് കോഡ്. ദിനബന്ധുവിന് നീലക്കണ്ണാടി. ദർപ്പൺ എന്ന് പറഞ്ഞാൽ കണ്ണാടി എന്ന് നമുക്കറിയാമല്ലോ. ദർപ്പൺ കണ്ണാടിയാണ്. ദിനബന്ധുവിന് നീലക്കണ്ണാടി. ഇതാണ് കോഡ്. ദിനബന്ധുവിന് നീലക്കണ്ണാടി എന്ന് പഠിച്ചോളൂ. നീൽ ദർപ്പൺ ആരെഴുതിയതാണ്? ദിനബന്ധു മിത്ര. തിരയും ചുഴിയും, സൃഷ്ടിയും സൃഷ്ടാവും ആദ്യ കൃതികളാണ് എസ് ഗുപ്തൻ നായർ. നമ്മുടെ ഗുപ്തൻ നായർ സാറിൻ്റെ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് തിരയും ചുഴിയും, സൃഷ്ടിയും സൃഷ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ രണ്ട് കൃതികളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ എക്കാലത്തെയും പ്രഗത്ഭനായ നിരൂപകനായിരുന്നു നമ്മുടെ എസ് ഗുപ്തൻ നായർ സാർ. ഇതാണ് കോഡ്. ചുഴിയിൽപ്പെട്ട ഗുപ്തൻ സാറിനെ സൃഷ്ടാവ് രക്ഷിച്ചു. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട കോഡ്. ചുഴിയിൽപ്പെട്ട ഗുപ്തൻ സാറിനെ സൃഷ്ടാവ് രക്ഷിച്ചു. ചുഴിയിൽപ്പെട്ട ഗുപ്തൻ സാറിനെ സൃഷ്ടാവ് രക്ഷിച്ചു. ചുഴി എന്ന് പറഞ്ഞാൽ തിരയും ചുഴിയും, സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സൃഷ്ടാവും. ഓക്കെ. വീണപൂവ്, ചിന്താവിഷ്ടിയായ സീത, ഈ രണ്ട് കൃതികൾ ആരുടേതാണ്? കുമാരനാശാൻ.
കുമാരനാശാൻ്റെ 1924 അദ്ദേഹം അന്തരിച്ച വർഷമാണ്. അതിൻ്റെ 100ാം വാർഷികം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ വർഷം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന് വീണപൂവ്, മറ്റൊന്ന് ചിന്താവിഷ്ടയായ സീത. വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കവിതയാണ് ചിന്താവിഷ്ടയായ സീത. നമ്മൾ അതിൻ്റെ കോഡ് പഠിക്കുന്നതാണ്. വീണപൂവ് ചൂടി നിന്നു ചിന്താവിഷ്ടയായ സീത. ഇതാണ് നമ്മുടെ കോഡ്. വീണപൂവ് ചൂടി നിന്നു ചിന്താവിഷ്ടയായ സീത. അതൊരു ഗാനത്തിൻ്റെ ട്യൂണുകളാണ്. ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഒരിക്കലും മറക്കില്ല. വീണപൂവ് ചൂടി നിന്നു ചിന്താവിഷ്ടയായ സീത. കേരളം മണ്ണും മനുഷ്യനും, ഡോക്ടർ TM തോമസ് ഐസക്. 2016-21 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ ബുക്കാണ് കേരളം മണ്ണും മനുഷ്യനും. ഇതാണ് കോഡ്. ഐസക്കും മണ്ണും മനുഷ്യനും. ഇത് പഠിച്ചാൽ മതി, മറക്കില്ല. ഐസക്കും മണ്ണും മനുഷ്യരും, ഐസക്കും മണ്ണും മനുഷ്യരും. ആ മനുഷ്യൻ നീ തന്നെ, CJ തോമസ്. കേരളത്തിൻ്റെ നാടകരംഗത്തെ മാറ്റിമറിച്ച ഒരു മനീഷിയുടെ പേരാണ് CJ തോമസ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണ്? CJ എന്നാണ്. CJ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് CJ തോമസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ആ മനുഷ്യൻ നീ തന്നെ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം. ആ മനുഷ്യൻ നീ തന്നെ CJ വൈദികൻ്റെ പുത്രനായി ജനിച്ച് വൈദിക പട്ടത്തിന് വേണ്ടി പഠിക്കുമ്പോൾ ലോഹ ഊരിയൊരിഞ്ഞ് വിപ്ലവകാരിയായി മാറി കേരളത്തിൻ്റെ നാടകത്തിൻ്റെ അലകും പിടിയും മാറ്റിയ, കേരളത്തിൻ്റെ നാടകരംഗമാകെ ഉഴുതുമറിച്ച മനീഷിയും സ്വതന്ത്ര ചിന്തയുടെ ഗിരിശൃംഗം എന്ന പേര് സമ്പാദിച്ച വ്യക്തിയുമാണ് നീ CJ. ഏകാന്ത പതികൻ ആരുടെ ആത്മകഥയാണ്? P ജയചന്ദ്രൻ. മലയാളിക്ക് പ്രിയപ്പെട്ട ഭാവഗായകനാണ് P ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഏകാന്ത പതികൻ ഞാൻ. P ഭാസ്കരൻ മാഷും P ജയചന്ദ്രനും K രാഘവൻ മാഷും ചേർന്ന് അവതരിപ്പിച്ച കേരളത്തിലെ എക്കാലത്തെയും ഹിറ്റായ ഒരു ഗാനമാണ് ഏകാന്ത പഥികൻ ഞാൻ ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്ത പഥികൻ. ആ പാട്ട് പാടിയാരാണ്? P ജയചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഏകാന്ത പഥികൻ എന്നാണ്. അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓക്കെ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ചക്രവാളങ്ങൾ, അത് എഴുതാൻ യോഗ്യപ്പെട്ട ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ അഥവാ SD ശർമ്മ. SD ശർമ്മ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നമ്മുടെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഇതാണ് കോഡ്. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ PS. നമ്മൾ ഈ ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിന് ഒരു ഇനീഷ്യൽ കൊടുക്കും. ആ ഇനീഷ്യലാണ് PS. P ഫോർ പ്രസിഡന്റ്, S ഫോർ ശർമ്മ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ PS. P ഫോർ പ്രസിഡന്റ്, S ഫോർ ശർമ്മ. ശർമ്മ എന്ന പേരിലുള്ള ഒരേ ഒരു പ്രസിഡന്റ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഓടയിൽ നിന്ന് നോവൽ എഴുതാനാണ് P കേശവദേവ്. P കേശവദേവിൻ്റെ പ്രശസ്തമായ ഒരു നോവലിൻ്റെ പേരാണ് ഓടയിൽ നിന്ന്. അത് സിനിമയായി. സത്യൻ അഭിനയിച്ച ആ സിനിമ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് ഓടയിൽ നിന്ന്. അതിൻ്റെ ബേസ് ആയിട്ടുള്ളത് നോവലാണ്. ആ നോവലാണ് ഓടയിൽ നിന്ന് എഴുതിയത് കേശവദേവാണ്. കോഡ് ഇതാണ്, ഓടയിൽ ദേവ്. ഓടയിൽ ദേവ്, ഇതാണ് നമ്മുടെ കോഡ്. ഓടയിൽ ദേവ് എന്ന് പഠിച്ചാൽ മതി. കേശവദേവാണ് ഓടയിൽ നിന്ന് എഴുതുന്നുള്ളത് മറക്കത്തില്ല. മൂഷിക വംശം എഴുതുകാർ അതുലൻ അഥവാ അതുല വടക്കേ മലബാർ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് മൂഷിക വംശം. ആ വംശത്തിൻ്റെ ചരിത്രം പറയുന്ന പുസ്തകമാണ് മൂഷിക വംശം. അത് എഴുതിയ ആളുടെ പേര് അതുല അഥവാ അതുലൻ അല്ലെങ്കിൽ അതുല എന്ന് പറയുന്ന ആളാണ് മൂഷിക വംശം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അതുല എന്ന വാക്കിൻ്റെ അർത്ഥം അതുല്യൻ എന്നാണ്. അദ്ദേഹത്തെ എതിർക്കാൻ ആരുമില്ലാത്തവൻ, ഏറ്റവും ശക്തൻ എന്നാണ് അതുലൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഏറ്റവും ശക്തൻ ആരാണ്? പഞ്ചതന്ത്രം വായിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം, ഏറ്റവും ശക്തൻ മൂഷികനാണ്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്നുള്ള പഞ്ചതന്ത്രം കഥ ഓർക്കുക. ഏറ്റവും ശക്തനാരാണ്? മൂഷികനാണ്. അതുകൊണ്ട് നമ്മുടെ കോഡ് ഇതാണ്, ജസ്റ്റ് ഫോർ കോഡ് അതുലൻ സമം മൂഷികൻ. അതുലൻ സമം മൂഷികൻ, ഇതാണ് കോഡ്. അതുലൻ സമം മൂഷികൻ. ഏറ്റവും ശക്തനാരാണ്? മൂഷികൻ. അപ്പോൾ ഈ 20 പുസ്തകങ്ങളും 20 പോയിന്റുകളുമാണ് നമ്മൾ
ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ പുസ്തകങ്ങളും കോഡുകൾ സഹിതം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.